എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രേണു സുധിയുടെ വീഡിയോ ആണ് വീണ്ടും എടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കണ്ടന്റ് ഇല്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കൂടുതലും നിങ്ങളൊക്കെ പറയുന്ന പോലെ ഫോൺ തുറക്കാൻ മേല രേണു സുധിയുള്ളെന്ന് പറയുന്നത് ഞങ്ങൾ നോക്കുമ്പോഴും രേണു സുധിയുടെ തന്നെ വീഡിയോ ആയിരിക്കും കാണുന്നത്. പിന്നെ ഇന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയ ഒരു കണ്ടന്റാണ്. നമ്മൾ തമിഴ്നാട്ടിലാണോ ജീവിക്കുന്നതോ ആന്ധ്രയിലാണോ അതോ കർണാടകത്തിലാണോ എന്നൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ചില അമിതമായ താര ആരാധന കണ്ടിട്ട് അതൊക്കെ തമിഴന്മാർക്ക് അവർക്ക് ബോധമുണ്ടോ എന്ന് പറഞ്ഞ് പരിഹസിച്ച മലയാളിയുണ്ട്. കാരണം അവിടെ രമ്പ കടിച്ച ആപ്പിള് ലേലത്തിന് വെച്ചു, അതിന്റെ തുക കേട്ടു. പിന്നെ MGR ഒക്കെ പണ്ട് മരിച്ചപ്പം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയവര്. പിന്നെ ജയലളിതയുടെ മരണം ഹോസ്പിറ്റലിൽ വെളിവിടാൻ പേടിച്ച് ഒരാഴ്ചയോ ഒക്കെ നീട്ടിയിട്ടാണ് ഇതിപ്പോൾ അതൊക്കെ പുറത്തു വിട്ടതെന്നൊക്കെ പറയാം. അല്ല ഹോസ്പിറ്റലിൽ തീ വെക്കും. അങ്ങനെ അമിത ആരാധനയെ കുറിച്ചാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഈ മലയാളി എന്ന് പറഞ്ഞാൽ സാക്ഷരത മലയാളികൾക്ക് അങ്ങനെയൊന്നുമില്ല. കുശ്ബുവിന് അമ്പലം പണിതിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും നല്ല ബുദ്ധിയും ബോധവും ഉള്ളവരാ മലയാളികൾ കേട്ടോ. പക്ഷെ ഇപ്പോൾ ഉള്ള ആൺകുട്ടികള് വളർന്നു വരുന്നവരാകാം, അതല്ലെങ്കിൽ പുരുഷന്മാരായിട്ടുള്ളവരാവാം. എങ്ങനെയാണേലും നമ്മൾ ചുമ്മാ ഞരമ്പന്മാരെന്നൊക്കെ പറഞ്ഞ് എഴുതിത്തള്ളുമെങ്കിലും അങ്ങനെയൊന്നും അല്ല സംഭവം. ഇപ്പൊ ഉള്ള പുരുഷന്മാർക്കൊക്കെ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തെല്ലാം സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. നമ്മുടെ ഏറ്റവും 1 കോടി രൂപ മാസം ഉണ്ടാക്കിയ അശ്വിനിയുടെ അക്കൗണ്ട് ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ രേണു സുധി ആണേലും സബ്സ്ക്രിപ്ഷൻ നടത്തുന്നുണ്ട്. ആ സബ്സ്ക്രിപ്ഷനിൽ വന്ന ഒരു കാര്യം രേണു സുധി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. നമ്മൾ കേരളത്തിലാണോ അതോ ആന്ധ്രയിലൊക്കെയാണോ? ആന്ധ്രയിൽ ഒക്കെ ഇതുപോലെ തന്നെ ആരാധനയാണ്. അതെനിക്കറിയാവുന്നതാണ് നേരിട്ട്. ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് ആന്ധ്രയിൽ. അപ്പം അവരുടെ ആ ഒരു താരാരാധന കണ്ട് അയ്യോ ഞെട്ടിപ്പോയിട്ടുണ്ട്. പൂജാമുറിയിൽ വെക്കാൻ വേണ്ടി ചെരുപ്പ് ഒരാൾക്ക് ഇപ്പൊ ഒന്നല്ല 2-3 പേരുണ്ട്. ഇപ്പൊ കുറെ യങ്സ്റ്റേഴ്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് പേര്. ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു ഗേൾ ഫ്രണ്ട് ആവാനൊക്കെ രേണുവിനോട് സാധിക്കുന്നുണ്ടോ? കുറെ സംസാരിക്കാനും. ഗേൾ ഫ്രണ്ട് ആവാനൊന്നും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാലും ഞാൻ അവരുടെ അടുത്ത് എന്താ ഇപ്പം വിഷമിച്ചിരിക്കുന്നവരുടെ അടുത്തൊക്കെ സംസാരിക്കാറുണ്ട്. എല്ലാവരുടെ അടുത്തും സംസാരിക്കാറുണ്ട്. സമാധാനിപ്പിക്കാറുണ്ടോ? സമാധാനിപ്പിക്കാം. വിഷമിക്കണ്ട എന്തെങ്കിലും അവർക്ക് റിലീഫ് കിട്ടുന്നുണ്ടെന്ന് അവരെപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറയാറുണ്ട്. രേണു സുധിയോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമൊക്കെ റിലീഫ് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സബ് എടുത്തേക്കുന്നത്. ഞങ്ങൾ വേറെ നെഗറ്റീവായിട്ടുള്ള ഉദ്ദേശം കൊണ്ടൊന്നല്ല. രേണുവിന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കണം, രേണുവിനെ കൂടുതൽ അറിയണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ഗേൾസും ഉണ്ട് ഇതിനകത്ത് സബ് ചെയ്തേക്കുന്നത്. ഗേൾസും അവിടെ എല്ലാവരും കേട്ടല്ലോ. പൂജാമുറിയിൽ ഫോട്ടോ, രേണുവിന്റെ ഫോട്ടോ വെക്കാനും രേണുവിന്റെ കാലിന്റെ ഫോട്ടോ വെക്കാനും ഇനി എന്തിനേറെ തമിഴന്മാരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് രേണു സുധി ഇടുന്ന ചെരുപ്പിന്റെ ഫോട്ടോ. അതോ ചെരുപ്പാണോ? എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇതെവിടേക്കാണ് നമ്മുടെ ഈ പോക്ക്? കേരളത്തിന്റെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഉണ്ട്. അവരാണ് ഈ അവസ്ഥയിൽ കൊണ്ട് വന്നെത്തിയിരിക്കുന്നത്. പിന്നെ രേണു സുധി പറയുന്നുണ്ട് പെൺകുട്ടികളുണ്ട്, അത് രേണുവിനെ കൂടുതൽ അറിയാൻ വേണ്ടി. അത് ശരിയായിരിക്കും. പേഴ്സണലായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അടുത്തറിയാൻ സാധിക്കും. അതൊക്കെ പോട്ടെ. പക്ഷെ രേണു സുധി ആയതുകൊണ്ട് ഞാൻ ആക്ഷേപിക്കുന്ന നിങ്ങൾ ഒരു കാരണവശാലും ഓർത്തേക്കരുത്. X or Y രേണു സുധിയുടെ സ്ഥാനത്ത് ഇനിയിപ്പോ ആരെങ്കിലും ആയിക്കോട്ടെ. എന്നാലും കേരളത്തിന് വന്ന ആ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കണം. അതായത് പണ്ടൊക്കെ ഈ കുശ്ബുവിന് അമ്പലമൊക്കെ പണിതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അന്നേരം നമ്മളിവിടെ പരിഹസിച്ചതിന് കയ്യും കണക്കുമില്ല. അത്ര പരിഹാസമായിരുന്നു, അത്ര മണ്ടന്മാര്. പിന്നെ അവരെ ഈ പറഞ്ഞ പോലെ ആരാധന മൊത്തം MGR ഒക്കെ മരിച്ചപ്പോൾ അവർ മണ്ണെണ്ണ ഒഴിച്ചൊക്കെ കത്തിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്തോ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ആരാധന പോലെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ജയസൂര്യ ഒരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഈ എറണാകുളത്തൊക്കെ ഇറങ്ങിയ എപ്പോഴേലും ഒരു ഫിലിം സ്റ്റാറിനെങ്കിലും കാണാൻ കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ കാണാറുണ്ട്. അപ്പം അവര് നമ്മളെ ജയസൂര്യ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഭാര്യയും ജയസൂര്യയൊക്കെ നടക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അവര് ഫസ്റ്റിലെ അങ്ങോട്ട് കയറിച്ചിരിക്കും. ഞാൻ കണ്ടിട്ടുള്ള ആ സംഭവം. അങ്ങോട്ട് കയറിച്ചിരിച്ചാലും ആൾക്കാര് തിരിച്ചു ചിരിക്കുകയില്ല. ഭയങ്കര എയർ പിടിച്ച് നടക്കും. അപ്പൊ ജയസൂര്യ അതൊരു ഇന്റർവ്യൂ പറയുന്ന പിന്നീട് ഞാൻ കേട്ടു. ഞങ്ങൾ അങ്ങോട്ട് നോക്കി ചിരിച്ചാൽ അത് ഇവര് ചിരിക്കത്തില്ല. ഇനി ഞങ്ങൾ അങ്ങോട്ട് ചിരിക്കാതിരുന്നാലോ അവന്റെ ഒരു ജാട കണ്ടില്ലേ എന്നും പറയുന്നു. ഇതാണ് മലയാളികള്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഓരോ കഥകൾ വന്നിട്ടില്ലേ? പ്ലെയിൻ യാത്രക്കിടയിൽ വളരെ പ്രസക്തനായ ഫിലിം സ്റ്റാർ അടുത്തിരിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്ന ഒരു രീതി. ഇങ്ങനെയാണ് മലയാളികൾ എന്ന് പറഞ്ഞത്. പക്ഷെ അതൊക്കെ മാറി. ഇവിടെ രേണു സുധിയുടെ കാലം എത്തിയപ്പോഴത്തേന് രേണു സുധിയുടെ ഫോട്ടോ പൂജാമുറിയിലാണ്. ചുമ്മാ പേഴ്സി കൊണ്ടടക്കാനല്ല,
പൂജാമുറിയിൽ, അത് പ്രത്യേകിച്ച് ആലോചിക്കണം പൂജാമുറിയിൽ വെക്കാൻ. ഇവര് പറഞ്ഞ കേട്ടോ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചല്ലോ. പിന്നെ ചെരുപ്പ്, പിന്നെ രേണുസുതിയുടെ കാലിന്റെ ഫോട്ടോ ആയിരിക്കുമല്ലേ, കാല് കൊണ്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ കാലിന്റെ ഫോട്ടോ, അങ്ങനെ എന്തെല്ലാമാണ്. എന്റെ ദൈവമേ, സമ്മതിക്കണം, കാലം പോയ പോക്ക് മലയാളി. എങ്ങോട്ടാണോ ഈ പോക്ക് മലയാളിയുടെ? ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ചുമ്മാ രേണുസുതിയുടെ ഓരോന്നൊക്കെ കേട്ടപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യകാലത്ത് നെഗറ്റീവ് കൊണ്ടിട്ടിട്ട് പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടി നെഗറ്റീവ് കണ്ടന്റ് പുള്ളിക്കാരത്തി ആദ്യം ഇട്ടിട്ട് റീച്ച് നേടി. പക്ഷെ ഇപ്പൊ ഈ റീച്ച് നേടി സോഷ്യൽ മീഡിയ രേണുസുതിയുടെ ലൈഫിലേക്ക് കയറി കളിക്കാൻ തുടങ്ങി. അപ്പൊ രേണുസുതിക്ക് ഇപ്പം നഷ്ടങ്ങളുടെ ഒരു കണക്ക് പറയാണ്ട്. ഇപ്പം ഇത്ര ഇതായിട്ട് രണ്ടാനമ്മയെന്നൊക്കെ പറയുമെങ്കിലും ആ കിച്ചുവിന്റെ അമ്മയായിട്ട് പൊക്കൊണ്ടിരുന്ന ഇപ്പൊ ആ കിച്ചുവിനെ വിളിക്കാറുമില്ല, എടുക്കാറുമില്ല. ആ ഒരു തമ്മിലുള്ള ആ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ നഷ്ടമായി. അത് ആര് കളിച്ചിട്ടാണെന്നറിയാം? സോഷ്യൽ മീഡിയ കയറി കളിച്ചാണ് അവരുടെ ലൈഫിൽ. അതിന് ഇടയാക്കി കൊടുത്തത് മറ്റാരുമല്ല, പേരിനും പ്രസക്തിക്കും പണത്തിനും വേണ്ടി തന്റെ സ്വന്തം ജീവിതത്തിന്റെ സ്വകാര്യത വരെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് കണ്ടന്റ് ആക്കിയ ആൾ ആരാന്ന് ചോദിച്ചാൽ രേണുസുതി മാത്രം. അതുകൊണ്ട് അതിലൂടെ പതുക്കെ ജീവിതം പോകുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോണേ. കിച്ചുവിനെ കാണാറുണ്ടോ എന്നുള്ള ചോദ്യം. ഇന്നാളത്തെ വിവാദ ലൈവ് ഇട്ടല്ലോ കിച്ചു, അതിന് ശേഷമുള്ള കാര്യം കിച്ചുവിന്റെ വിഷയത്തിന് ശേഷം തുറന്നു പറച്ചതിന് ശേഷം എപ്പോഴെങ്കിലും കിച്ചു നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ രേണു വിളിക്കുകയോ ചെയ്തോ? എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു ആ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം, പക്ഷെ എടുത്തിട്ടില്ല. ഞാൻ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചില്ല, ഞാൻ വിളിച്ചിട്ടില്ല. നമ്മളെല്ലാം ശല്യം ചെയ്യുന്ന ഓർത്തിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ രേണുവിന് തോന്നിയില്ലേ ഇത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞതെന്ന് വിളിച്ച് ചോദിക്കാനായിട്ട് എന്തുകൊണ്ടാണ് തോന്നുന്നത്? തോന്നിയില്ല, കാരണം മനഃപൂർവ്വം അത് ഒരു എന്താ പറയാ, ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ലെന്ന് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചോദിക്കാനാണെങ്കിൽ ഒന്ന് ചോദിക്കാൻ. കാരണം 2 ദിവസം മുന്നേ വിളിച്ചു, വീഡിയോ കോളും ചെയ്ത് സംസാരിച്ചിരുന്ന ആളാണ്. ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളും കണ്ടതാണ് കിച്ചു എന്നോട് സംസാരിക്കുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ ഞെട്ടിപ്പോയി. ഇനി എന്ത് ചോദിക്കാനാണ്? മാനിപ്പുലേറ്റിംഗ് അല്ലെന്നും പറഞ്ഞു. എനിക്കൊന്നും ചോദിക്കാനില്ല. കിച്ചുവിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് രേണുവിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം ഏത് ബ്ലോഗറാണ്. അപ്പൊ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. പക്ഷെ മാനിപ്പുലേറ്റിംഗ് അല്ലെന്ന് അവർ തന്നെ പറയുന്നു. കിച്ചുവിനെ പറഞ്ഞതിന് മനസ്സിലായല്ലോ എന്താ അവസ്ഥ. അവര് തമ്മിൽ അമ്മയും മോനും ആയിരുന്നു, പൈസ അയച്ചു കൊടുക്കാറുണ്ട്, നല്ല ബന്ധങ്ങളാണ്. ഇന്റർവ്യൂയിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. കിച്ചു വന്നൊരു ലൈവ് ഇട്ടു, എന്തൊക്കെയോ പറഞ്ഞു, അവിടെ എവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത്ര വ്യക്തമായിട്ടുള്ള ഒരു ലൈവ് ആയിരുന്നു കിച്ചുവിന്റെ എന്ന് മനസ്സിലായിട്ടില്ല. കിച്ചു എന്തൊക്കെയോ പറഞ്ഞു, ഫില്ല് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു, അല്ലാതെ അത്ര കറക്റ്റായിട്ട് പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല. ഫില്ല് ചെയ്തതെല്ലാം മറ്റുള്ള സോഷ്യൽ മീഡിയയിലെ ബാക്കിയുള്ളവരെല്ലാം എടുത്ത് കിച്ചു അതാണ് ഉദ്ദേശിച്ചത്, കിച്ചു ഇതാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് അവരങ്ങ് ഫില്ല് ചെയ്തു. അങ്ങനെ സോഷ്യൽ മീഡിയ ഇവരുടെ ലൈഫിൽ കയറി കളിച്ചത് മൂലം എന്തായെന്ന് ചോദിച്ചാൽ ഇപ്പൊ പരസ്പരം സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അമ്മയും മോനും എത്തിച്ചേർന്നു. നന്നായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ രേണുസുതി എന്താ പറയുക, അവന് 10-21 വയസ്സായില്ലേ, അവൻ അവന്റെ ജീവിതം ജീവിക്കട്ടെ. സത്യമല്ലേ? 10-21 വയസ്സായ ആൺകുട്ടികൾ ജീവിക്കട്ടെ, പ്രൊമോഷനൊക്കെ ചെയ്തും പൈസ ഉണ്ടാക്കി അങ്ങനെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അതങ്ങനെ പണത്തിന്റെ കാര്യത്തിലല്ലേ ഉള്ളൂ. ഒരു അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടിക്ക് അച്ഛൻ ജീവിച്ചിരിക്കുമ്പം കൊണ്ടുവന്ന് കൊടുത്ത് നിന്റെ അമ്മയാണ്, അല്ലെ അവന്റെ കൂടെ ഇഷ്ടം നോക്കി കൊണ്ടുവന്ന ഒരു അമ്മയാണ്. ആ അമ്മ ആ അച്ഛൻ ഇല്ലാത്ത സമയത്ത് ആ അച്ഛൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ ആ അച്ഛന്റെയും കൂടെ സ്നേഹം കൊടുത്ത് ആ കൊച്ച് 21 അല്ല 51 വയസ്സായാലും അതിന്റെ അമ്മയുടെ സ്ഥാനം രേണുസുതിക്ക് തന്നെ കിട്ടിയതാണ്. അപ്പൊ ഒരു അമ്മ ഒരു മകനെ എങ്ങനെ കാണുന്നു അതുപോലെ കണ്ട് രേണുസുതി മുന്നോട്ട് പോകണ്ട. ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയ കളിച്ചു, അത് ബ്രേക്കായി. ഇനി എന്താണ് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാവുക? സബ് ചെയ്തിട്ടുണ്ട്, 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, 3 അക്കൗണ്ടിനകത്ത്. അല്ല, ആദ്യം 49,000 ചെയ്തു, അത് 199 കൂടുതൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാണ്. ഇപ്പൊ അടുത്ത് 299 ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്താ സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാവും? എന്റെ ഫാൻസിന് ഇഷ്ടപ്പെട്ടല്ല, ഫാൻസ് എന്ന് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞല്ലോ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് സന്തോഷമുണ്ട്. സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ഒക്കെ ഇനി എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തു തുടങ്ങും കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം കൊടുത്തതൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അല്ലാതെ തീരെ ഇല്ലാഴികയില്ല, കൊടുത്തിട്ടൊക്കെ ഉണ്ട്, ഇനിയും കൊടുക്കും എന്നാണ് പറഞ്ഞത്.
ഇനി കൊല്ലത്താണ് സുധിച്ചേട്ടന്റെ വീട്. ഈ ഒരു രേണുസുതി കൊടുത്തിരിക്കുന്ന ഈ സാരിയും ഈ ഒരു ഇതും ഇതിന്റെ അകത്ത് പറയാതിരിക്കാൻ പറ്റില്ല. രേണുസുതിക്ക് നല്ലപോലെ ഇണക്കമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഇനാഗ്രേഷൻ എന്താ പോയതാന്ന് തോന്നുന്നു, ഞാൻ ബാക്കിയുള്ളതൊന്നും കണ്ടിട്ടില്ല. ഏതായാലും മീഡിയ ചോദിക്കുന്നു അവിടെ അടുത്തല്ലേ കൊല്ലം സുധിയുടെ വീട്, പോകുന്നുണ്ടോന്ന്. അപ്പൊ ഇത്ര അടുത്തൊന്നും അല്ല എന്ന് പറയുന്നു. എന്തിനാണെങ്കിലും പോകത്തില്ല എന്ന് പറയുന്നു. അതാണ് അവസ്ഥ. ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണല്ലോ, ഇത് കഴിഞ്ഞങ്ങോട്ട് പോകണം. ഇവിടെ അടുത്താണ്. അവിടെ അടുത്താണെങ്കിലും ഞാനിപ്പോ പോകുന്നില്ല. ഇല്ല, ഇപ്പൊ പോകാൻ പറ്റത്തില്ല. ഇപ്പൊ പോകാനുള്ള സാഹചര്യം അല്ല, അതുകൊണ്ട് പോകുന്നില്ല. എന്തോ പോകുന്നില്ല. പോണെങ്കിൽ പറയുന്നതിന് എന്താ വിഷയമൊന്നുമില്ല. നമ്മളെല്ലാം ഓപ്പൺ മൈൻഡ് ആണ് ഇവിടെ ഉള്ളവർക്ക് മിക്കവർക്കും അറിയാല്ലേ. അതാണ് നമുക്ക് വരുന്ന പ്രശ്നം. കിളിമാനൂരാണ് ഇപ്പൊ പോയി നിൽക്കുന്ന പറയുന്നത്. ഇനിയിപ്പോ അവിടെ അടുത്താണെങ്കിലും സുധിച്ചേരന്റെ വീട്ടിലോട്ട് പോണില്ല. ഇത് മുഴുവൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കിയത് കൊണ്ടുണ്ടായതാണ്. പിന്നീട് അങ്ങോട്ടാണ് ആദ്യകാലത്ത് പുള്ളിക്കാരത്ത് തന്നെ നെഗറ്റീവ് കണ്ടന്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് വൈറലാവാനും ശ്രദ്ധിക്കപ്പെടാനും അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ പോകാനും അതിനെല്ലാം അത് ഒരു സൈഡിൽ അതെല്ലാം ഉപകാരമായി. അതായത് പൈസ വരാനും പ്രസക്തി ഉണ്ടാവാനും എല്ലാം അത് ഉപകാരമായി. നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിലും അത് ഉപകാരമായി. ഇന്നിപ്പോ ചെരുപ്പ് വരെ പൂജാമുറി വെക്കുന്ന ആൾക്കാരുടെ ആരാധകരുള്ള ഒരു അത്രയും വലിയ നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇപ്പൊ ഉടനെ തന്നെ വീട് മേടിക്കുന്ന കാര്യമൊക്കെ ഇത് പറയുന്നുണ്ട്. ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. വീട് മേടിക്കും. പിന്നെ എറണാകുളത്താണോ എന്ന് ചോദിക്കുമ്പോഴത്തേന് അത് പതുക്കെ പൈസ കിട്ടിയിട്ട് സിനിമാ താരങ്ങളൊക്കെ എറണാകുളത്ത് മദ്രാസ് ഒക്കെ അല്ലേ വീട് വെക്കുന്നത്, അതുപോലെ എറണാകുളത്ത് വീട് വെക്കാൻ പതുക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം നോക്കിക്കഴിയുമ്പോഴത്തേനും സിനിമയിലൊന്നും അവസരം കിട്ടി സിനിമാ നടിയൊന്നും ആയില്ലേലും അത്യാവശ്യം പണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പേരും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചു. പക്ഷെ മറു സൈഡിൽ സ്വന്തം ജീവിതത്തിന്റെ ഒരു സമാധാനവും ബന്ധുക്കാരും അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഒരു സൈഡിൽ കൂടെ ഒഴുകി അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ അതൊന്നും ഇപ്പം മൈൻഡ് ചെയ്യത്തില്ല, ആ രീതിയാണ്. പക്ഷെ ഇതൊക്കെ തിരിഞ്ഞു നോക്കുന്ന ഒരു കാലവും വരും. തിരിഞ്ഞു നോക്കുമ്പം കുറെയൊക്കെ എല്ലാ സെലിബ്രിറ്റീസിനും ആ ഒരു അവസ്ഥയുണ്ട്. പണമൊക്കെ നേടും. ചിലർ കാണത്തില്ലേ, ചില നടിമാര് കല്യാണം കഴിക്കാതെയും പണത്തിന്റെ പുറകെ അങ്ങനെ അങ്ങ് പോകും. പിന്നീട് അവർക്കത് ഇതെല്ലാം വേണമെന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ആനിയുടെ ഒരു ഇന്റർവ്യൂവിൽ എന്നോ ഒന്ന് പറഞ്ഞത് എന്റെ മനസ്സിരിക്കുന്നത്, ഇനി ഒരു 10 ജന്മം കൂടെ ഉണ്ടെ പോലും സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. അത് അത്രയും സിനിമാ രംഗത്തെ ആനി വെറുത്തായിട്ട് ആനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പലരും ഉണ്ട് ഇവർക്ക് കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ അടങ്ങി ഒതുങ്ങി പിന്നീട് സാധിക്കത്തില്ല. കാരണം സാധാരണ ഒരു വീട്ടമ്മയായിട്ട് അവർക്ക് അങ്ങനെ പറ്റില്ല. കാരണം അത്രയും ഈ വേർപ്പ് വരെ ഒപ്പിക്കൊടുക്കാൻ ആൾക്കാർ ചുറ്റിനും നിന്നും എല്ലാം അവർക്കെല്ലാം ദാസിമാരായിട്ട് ചെയ്തു കൊടുക്കാൻ ഉണ്ടായിട്ട് അവര് പോയി ഒരു കല്യാണം കഴിച്ച് ഭർത്താവിന് രാവിലെ ചായ എടുത്തു കൊടുത്ത് അവർക്കത് സാധിക്കുന്ന കാര്യമല്ല സത്യത്തിൽ. പക്ഷേങ്കിലും ഇങ്ങനെ കല്യാണം കഴിക്കാതെ അങ്ങനെ പോയവരും പിന്നീട് പല ഇന്റർവ്യൂലൊക്കെ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടതായിട്ട് ഉള്ള ഒരു നിരാശ, നമ്മുടെ ശ്രീവിദ്യയൊക്കെ ആണെങ്കിലും അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ നിരാശ പിന്നീട് പങ്കുവച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഉണ്ടായിരുന്നതിനെ വരെ അബോർഷൻ ചെയ്ത നടിമാരൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ ജീവിതമുണ്ട്. അതേപോലെ തന്നെ രേണുസുതി ഇപ്പൊ പണവും പ്രസക്തിയും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കി മുകളിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നാലും താഴെ വന്നേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഇതെല്ലാം ചെയ്തതിൽ കുറെ എല്ലാം മണ്ടത്തരമായിരുന്നു എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഈ കിച്ചുമൊക്കെ ആയിട്ട് സംസാരിക്കാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് ഇനി ആരൊക്കെ എന്തൊക്കെ ന്യായീകരിച്ച് ആരൊക്കെ കയറി ഇവരുടെ ജീവിതത്തിൽ കളിച്ച് മാനിപ്പുലേഷൻ അല്ല എന്തൊക്കെ തേങ്ങയാണേലും ആര് കയറി കളിച്ചാലും മൂന്നാമതൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കളിക്കാൻ അനുവദിക്കരുത്. ഇനി അങ്ങനെ കളിച്ചാലും അതിനെ മുൻകൈ എടുത്ത് നിന്ന് പറഞ്ഞ് ആ വിഷയം മാറ്റണം. അവരെ നമ്മുടെ ജീവിതത്തിൽ കളിക്കാൻ അനുവദിക്കരുത്. അല്ല ചുമ്മാതെ മീഡിയയ്ക്ക് മുന്നിൽ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ്. അപ്പൊ എന്താണ്, ഇത് അകന്നകന്ന് പോകത്തില്ലേ. ഇനി രേണുസുതി ആ ബന്ധം കിച്ചുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഇതൊരവസരമായിട്ട് കണക്കാക്കുകയാണ്, ഓക്കെ, അത് കുഴപ്പമില്ല. അതല്ല എങ്കിൽ ആത്മാർത്ഥതയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊരു നിരാശയായിട്ട് തന്നെ തീരും ഈ കളി. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.